കേരളം RSS രാഷ്ട്രീയത്തിലേക്കോ? ഏറെക്കാലമായി മലയാളികൾ ചർച്ച ചെയ്തതും ഉത്കണ്ഠപ്പെട്ടതുമായ ഒരു കാര്യമാണ് RSS കേരളത്തിൽ വേരോടും എന്നുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കുകയുണ്ടായി. വന്ദേ മാതരത്തിന് എന്താണ് ഇത്ര പ്രശ്നം എന്ന് പറയുന്ന നിഷ്കളങ്കരെ, അതിന്റെ അവസാന ഖണ്ഡികകളിലെ വരികൾ ഇന്ത്യൻ ബഹുസ്വരതയെ തകർക്കും എന്ന് പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. ശ്രീ ജവഹർലാൽ നെഹ്റുവാണ് അതിനെ എതിർത്തുകൊണ്ട് ജനഗണമനയെ ദേശീയ ഗാനമാക്കി പ്രഖ്യാപിച്ചത്. നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് എന്ന് ഊറ്റം കൊള്ളുന്ന ശ്രീ VD സതീശൻ അവർകൾ എന്നത്തെയും പോലെ ഇതും മറന്നു കാണും. 2. VD സതീശൻ എന്ന നിയമസഭാ സാമാജികൻ 2016-ലും 2021-ലും VD സതീശൻ മാത്രമായിരിക്കെ 2026-ൽ അദ്ദേഹം VD മേനോൻ സതീശനായി മാറിയ കാഴ്ച. അതിന് ചോദ്യത്തിൽ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞത്, ഞാൻ എന്റെ അച്ഛനെ ഓർത്തു, ഞാൻ എന്റെ അമ്മയെ ഓർക്കാൻ അവിടെ പറ്റില്ല എന്ന വികണ്ഠവാദമാണ്. അച്ഛനെ ഓർക്കുമ്പോൾ ജാതിപ്പേര് കൂട്ടി ഓർക്കണം എന്ന സൈദ്ധാന്തിക സിദ്ധാന്തമാണ് അദ്ദേഹം ഇവിടെ വീണ്ടും പറയുന്നത്. 3. അതിനുശേഷം അദ്ദേഹം ഗവർണർ ഓഫീസിലേക്ക് പോവുകയും ഗവർണർ ഓഫീസിൽ ചെന്നപ്പോൾ ചിരകാല പരിചിതരെ പോലെ തങ്ങളുടെ ചിരകാലാഭിലാഷം നടപ്പിലാക്കിയ പോലെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്നത് ഒരു RSS സൈദ്ധാന്തികനെയാണ്. 4. PM ശ്രീക്കെതിരെ ഇത്രയും കാലം ഒച്ചവച്ച് പ്രതിഷേധ പരിപാടികൾ നടത്തിയ UDF ടീം ഇന്ന് അതിന്റെ നിയുക്ത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് PM ശ്രീ നടപ്പിലാക്കുമെന്ന് തന്നെയാണ്. കോൺഗ്രസിനെ വിഴുങ്ങി കേരളത്തിൽ BJP വളരില്ല, മലയാളികൾ പൊട്ടന്മാരല്ല എന്ന് മനസ്സിലാക്കിയ നേതൃത്വം BJPയുടെ എല്ലാ ഇടപാടുകളും കോൺഗ്രസ് ഗവൺമെന്റിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. കാത്തിരുന്നു കാണാം കേരളമേ.